ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ. ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പം, ചപ്പാത്തി, പൊറോട്ട, ചോറ് എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വിഭവമാണ്. എന്നാൽ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിനു വേണ്ടി 1/2 കിലോ ചിക്കൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് 1 നാരങ്ങയുടെ നീരാണ്. ഇനി ഇത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എത്ര നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുവോ അതിനനുസരിച്ചിട്ട് ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് ചിക്കൻ്റെ ടേസ്റ്റ് കൂടുന്നതാണ്. ഇപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ 2-3 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. എങ്കിൽ മാത്രമേ ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റായി വെന്ത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോഴെല്ലാം മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ 2-3 മിനിറ്റോളം ലിഡ് വെച്ച് അടച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ഡിഷിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ബാക്കി വന്ന ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്ത പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഈ എണ്ണ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് ഇളക്കി കൊടുക്കുക. ആദ്യത്തെ എണ്ണയിൽ നിന്ന് ആവശ്യത്തിനുള്ള എണ്ണ മാത്രമേ ഇപ്പോൾ ഞാനിട്ട് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മസാലയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് പകരമായിട്ട് നമുക്ക് ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ്. ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒരു 20 എണ്ണം എടുത്താൽ മതിയാവും. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് മസാലയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായിട്ട് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇത് ഒരു സ്പൈസി ഡിഷ് ആയതുകൊണ്ട് എരിവിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം. ഈ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചത് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.